വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം പറയാനായിട്ടാണ്. LBSൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന വരെ നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്ഡേറ്റ്സ് ഒക്കെ വളരെ കൃത്യമായിട്ട് അലേർട്ടായിട്ട് ഇരിക്കേണ്ട സമയമാണ്. കാരണം ഉടനെ തന്നെ LBSന്റെ രജിസ്ട്രേഷൻ വരും. ആ സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ റിജക്റ്റ് ആയി പോകും, എന്തൊക്കെ ഡോക്യുമെന്റ്സിന് കറക്റ്റ് അറ്റസ്റ്റേഷൻ വേണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഡോക്യുമെന്റ്സ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഫീ സ്ട്രക്ചർ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ലോങ് വീഡിയോ ആയി പോകും. അതുകൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി അലേർട്ടായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓരോ ദിവസത്തെയും ഡേറ്റുകൾ പോലും മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാതെ വരാം. ഓക്കെ, നമ്മൾ കറക്റ്റ് ടൈമിന് അവർ പറയുന്ന LBS തരുന്ന ഒരു ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥയൊക്കെ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. ഈ വർഷം അതൊന്നും വരരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ്, ഇഷ്ടപ്പെട്ട കോളേജിൽ അഡ്മിഷൻ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ്, LBS വെബ്സൈറ്റിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. നമുക്ക് LBS ആപ്ലിക്കേഷൻ കൊടുക്കാൻ സമയമായി, രജിസ്റ്റർ ചെയ്യാൻ സമയമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ എടുക്കാം. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ആ ഡോക്യുമെന്റ്സ് ഒക്കെ എടുക്കാം. ഡോക്യുമെന്റ്സ് എടുത്ത് അക്ഷയയിൽ പോയി ചെയ്യുക. സോ കുറെ പേർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാൻ അത് പ്രിഫർ ചെയ്യില്ല. കാരണം എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട, അക്ഷയയിൽ പോയി ചെയ്യുക. ബേസ്ഡ് ഓൺ യുവർ കോൺഫിഡൻസ് ലെവൽ. ഓക്കെ, അക്ഷയയിൽ പോയിട്ട് ഈ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് കൊടുക്കുക. അവര് കമ്പ്യൂട്ടറിൽ അടിക്കും. അതൊക്കെ നിങ്ങളും വായിച്ചു നോക്കുക. അത് വായിക്കാൻ ചില ആൾക്കാർ പറയും, ചില ആൾക്കാർ തിരക്കാണെങ്കിൽ പറയേല. നിങ്ങളെല്ലാം അവരടിച്ചതൊക്കെ ശരിയാണോ, നിങ്ങളുടെ പേര് അതിലടിച്ചത് ശരിയാണോ, അഡ്രസ്സ് ശരിയാണോ, ഫോൺ നമ്പർ ശരിയാണോ, എല്ലാം നോക്കി ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തു, കാശ് അടച്ചു. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് കഴിഞ്ഞ വർഷം 800 രൂപയായിരുന്നു. SC/ST സ്റ്റുഡൻസിനാണെങ്കിൽ 400 rupees ആണ് വരുന്നത്. ഇതെല്ലാം നമ്മൾ അടച്ചു. നമ്മുടെ കൊടുത്തിരിക്കുന്ന രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അത് കഴിഞ്ഞ് അവരൊരു ഇമെയിൽ ID യും പാസ്വേഡും തരും. കഴിഞ്ഞ വർഷം പല കുട്ടികൾക്കും അക്ഷയന് അത് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും തന്നില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങാം. ഓക്കെ, ഇമെയിൽ ID പാസ്വേഡ് ഇത് രണ്ടും സൂക്ഷിച്ചു വെക്കാൻ നമുക്ക് അവസാനം വരെ വേണ്ട ഒരു സാധനമാണ് അത്. ഈ ഇമെയിൽ ID യും പാസ്വേഡും വെച്ചിട്ടാണ് ബാക്കി നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. അത് കയ്യിൽ നിന്ന് പോവാതെ ശ്രദ്ധിക്കുക. നമ്മൾ LBSൽ രജിസ്റ്റർ ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് നാൾ ഈ രജിസ്ട്രേഷന്റെ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കറക്ഷൻ ഡേറ്റ് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അലേർട്ട് ആയിട്ടിരിക്കണം ഈ ഡേറ്റുകളൊക്കെ. കറക്ഷൻ ഡേറ്റ് എന്ന് പറയുമ്പോൾ ചില കുട്ടികൾക്ക് എന്തായാലും തെറ്റുകൾ വരും. ഈ ഡോക്യുമെന്റ്സ് ശരിയായില്ല, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സിന്റെ വാലിഡിറ്റി ഓക്കെ അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് പല കുട്ടികൾക്കും വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാനിക് ആവേണ്ട. കറക്ഷൻ ഡേറ്റ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ, അപ്ഡേറ്റ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കറക്ഷൻ ഡേറ്റ് ആയി. നമ്മൾ നമ്മുടെ പ്രൊഫൈൽ എടുത്ത് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എടുത്ത് നമ്മൾ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യണം. നമ്മൾ ആ വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം, വെബ്സൈറ്റിൽ കയറാൻ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, അതൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ വെബ്സൈറ്റിൽ കയറാൻ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ഇത് രണ്ടും കൊടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും റിജക്ഷൻ വന്നോ, അപ്രൂവ്ഡ് ആണോ, ഇതൊക്കെ നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. ഇത് അപ്രൂവ്ഡ് ആണെങ്കിൽ ഓക്കെ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. റിജക്റ്റഡ് ആണെങ്കിൽ എഡിറ്റ് ചെയ്യണം, പിന്നെ അക്ഷയ പോകണം. ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് തെറ്റിച്ചത് അത് നമുക്ക് അതിൽ അറിയാൻ പറ്റും. അതെല്ലാം നമ്മൾ ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്ലോഡ് ചെയ്തിട്ട് പിന്നെയും വരും, ഇത് കറക്റ്റ് ആയോ, റിജക്റ്റ് ആയോ, അക്സെപ്റ്റ് ആയോ എന്നുള്ളത് നമുക്ക് വരും. ഈ വെബ്സൈറ്റിൽ കൂടെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഓക്കെ, നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം സെറ്റായി. ഇതെല്ലാം സെറ്റായി കഴിയുമ്പോൾ വേറൊരു ഡേറ്റ് വരും. ഇത് കൺഫർമേഷൻ കൊടുക്കാൻ ഡേറ്റ് വരും. കഴിഞ്ഞ വർഷം പലരും ഈ കൺഫർമേഷൻ ഉണ്ടെന്ന് അറിയില്ല. ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് എല്ലാം അപ്രൂവലായി. അപ്പൊ കുറെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിന് കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു ബട്ടൺ വരും നമ്മുടെ വെബ്സൈറ്റിൽ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഈ വർഷത്തെ അപ്ഡേറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് ഇനി അറിയാൻ പറ്റുള്ളൂ. ഈ കൺഫേം കൊടുക്കാത്തത് കൊണ്ട് റിജക്റ്റ് ആയി പോയ കുട്ടികളുണ്ട്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഡേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവർ പറയുന്ന അപ്ഡേറ്റ്സ് നമ്മൾ കറക്റ്റ് അലേർട്ട് ആയിട്ട് ചെയ്തിരിക്കണം, എന്നാലേ നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ കൺഫർമേഷൻ സമയം വന്നു, നമ്മൾ കൺഫേം കൊടുത്തു. ഇനി അടുത്ത എന്താ, അപ്പൊ നെക്സ്റ്റ് ഇനി നമുക്ക് വരുന്നത് റാങ്ക് ആണ്. ഓക്കെ, അപ്പൊ റാങ്ക് 3 റാങ്ക് ആയിട്ടായിരിക്കും വരുന്നത്. BA SLP ഒരു റാങ്കില് അതായത് ഒരു റാങ്ക് ലിസ്റ്റ് ആയിട്ട് വരും. പിന്നെ പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തറ്റിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, അത് വേറൊരു റാങ്ക് ആയിട്ട് വരും. പിന്നെ BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സസ് ഒക്കെ ഒരു റാങ്ക്, അങ്ങനെ 3 റാങ്ക് ആയിട്ട് വരും. അത് ഈ വർഷം നിങ്ങൾക്ക് മനസ്സിലാവും. ഒത്തിരി നിങ്ങൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് അപ്ഡേറ്റ്സ് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്ക് റാങ്ക് ഒക്കെ വന്നു. റാങ്ക് വന്ന് ഇനി നെക്സ്റ്റ് അടുത്ത ഡേറ്റ് വരും, ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോളേജ് ഏതാണ്, ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതാണ്, ഇതെല്ലാം നേരത്തെ കൂട്ടി റെഡിയാക്കി വെക്കണം. അതായത് ആ സമയത്ത് ഹറിബറി ആയിട്ട് പോയിട്ട് ഏത് ഓപ്ഷൻ ആദ്യം വെക്കും, ഏത് ഓപ്ഷൻ സെക്കൻഡ് വെക്കും, ഇനി ആ കോഴ്സ് വെക്കണോ ഈ കോഴ്സ് വെക്കണം, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എല്ലാ കോഴ്സിനെ പറ്റി ഈ സമയത്ത് നിങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല കോഴ്സ് വീഡിയോസും യൂട്യൂബിൽ വീഡിയോയും ചെയ്തിട്ടുണ്ട്, എന്റെയിലും ഉണ്ട്, പലരും ചെയ്യുന്നവരും ഉണ്ട്. അവരുടെയൊക്കെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഏതൊക്കെ കോളേജ്, ഏതൊക്കെ സബ്ജക്ട് ഫസ്റ്റ് വെക്കണം, സെക്കൻഡ് വെക്കണം എന്നൊക്കെ തീരുമാനിക്കണം. ഈ വർഷം BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ ഒരുമിച്ചാണ് ഓപ്ഷൻ വെക്കേണ്ടത്, അതേ സെപ്പറേറ്റ് ആയിട്ടാണോ എന്നൊക്കെ നമുക്ക് പിന്നീട് അറിയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷം സെപ്പറേറ്റ് ആയിരുന്നു,
അതായത് ഇടയ്ക്ക് BSc നഴ്സിംഗ് കുറച്ച് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടാണ് പാരാമെഡിക്കലിന്റെ ഓപ്ഷൻ വെക്കാനുള്ള സമയം വന്നത്. അതറിഞ്ഞുകൊണ്ടാതെ ഓപ്ഷൻ വെക്കാതെ പോയ ഒത്തിരി കുട്ടികളുണ്ട്. അങ്ങനെയൊന്നും പറ്റി പോകരുത്. അപ്പൊ ഈ വർഷത്തെ അപ്ഡേറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. എത്രത്തോളം കോളേജസ് ഉണ്ട് LBS എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ കയറി LBS എന്ന് അടിക്കുക. ഫസ്റ്റ് LBSന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആകും. അതിനകത്ത് കയറിയിട്ട് പ്രോസ്പെക്ടസ് ചെക്ക് ചെയ്ത് നോക്കുക. നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് എന്നും പറഞ്ഞ് അതിനകത്ത് കൊടുത്തേക്കും. അതിൽ പ്രോസ്പെക്ടസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞ വർഷം ഏതൊക്കെ കോളേജ് ഉണ്ട്, കോഴ്സ് ഉണ്ട്, അതിന്റെ ഫീസ് സ്ട്രക്ചർ അതെല്ലാം പ്രോസ്പെക്ടസിനകത്തുണ്ട്. നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെ നോക്കി ഏതൊക്കെ കോളേജ് ഉണ്ട്, നിങ്ങളുടെ വീട്ടിനടുത്തുള്ള കോളേജാണോ ദൂരെയുള്ള കോളേജാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ അങ്ങ് വെക്കുക. ഓക്കെ, മാക്സിമം മാർക്ക് കുറഞ്ഞ കുട്ടികൾ കൂടുതൽ ഓപ്ഷൻസ് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഗവൺമെന്റിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് ഇഷ്ടപ്പെട്ട കോളേജിലൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന പലരും ഉണ്ട്. ഫുൾ മാർക്കുള്ള കുട്ടികൾ തന്നെയുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 300 മാർക്കുള്ള 100 പേരുണ്ടെങ്കിൽ ഒരു കോളേജിൽ 50 സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും എടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഗവൺമെന്റിൽ കിട്ടാൻ ചാൻസ് ഉള്ള കുട്ടികൾ, അതായത് 300-ന് 300 മാർക്കുള്ള കുട്ടികൾ മാക്സിമം 14 ജില്ലയിലുമുള്ള ഗവൺമെന്റ് കോളേജസിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടുത്തുള്ള നിങ്ങൾക്ക് എവിടെയാണ് താല്പര്യം അതനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്ത് കോളേജ് ഓപ്ഷൻ വെക്കണം. കോളേജ് ഓപ്ഷൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ഇത് കഴിഞ്ഞ് വരുന്നത് അലോട്ട്മെന്റ്സ് ആണ്. ഫസ്റ്റ് വരുന്ന അലോട്ട്മെന്റ് ട്രയൽ അലോട്ട്മെന്റ് ആണ്. ട്രയൽ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓടി ചെന്ന് കോളേജിൽ പോയി അഡ്മിഷൻ ഒന്നും എടുക്കണ്ട. കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടൂല എന്നൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. ട്രയലിൽ കിട്ടുന്നവർക്ക് എന്തായാലും മുന്നോട്ട് അലോട്ട്മെന്റിൽ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമെന്നുള്ളത് ഉറപ്പ് വരുത്താനാണ് ഫസ്റ്റ് ഒരു ട്രയൽ അലോട്ട്മെന്റ് നടത്തുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് 3 അലോട്ട്മെന്റ് ഉണ്ട്. ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്. ഇതിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടോക്കൺ ഫീസ് അടയ്ക്കണം. ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് 25,000 റുപ്പീസ് ആണ്. അപ്പം SC/ST ആണെങ്കിൽ 1000 റുപ്പീസ് ആയിരുന്നു കഴിഞ്ഞ വർഷം ടോക്കൺ ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. അപ്പൊ ഈ ഫീസ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണം. ആ സമയത്ത് ഇവർ പറയുന്ന ഡേറ്റിൽ തന്നെ പോയി ടോക്കൺ ഫീസ് അടയ്ക്കണം. ടോക്കൺ ഫീസ് LBSലാണ് അടയ്ക്കേണ്ടത്, കോളേജിൽ പോയി ഒന്നും അല്ല അടയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ടോക്കൺ ഫീസ് അടച്ചു. ടോക്കൺ ഫീസ് അടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ടോക്കൺ ഫീസ് അടച്ചില്ലെങ്കിൽ സെക്കൻഡും തേർഡ് അലോട്ട്മെന്റിലൊന്നും നിങ്ങളെ പരിഗണിക്കത്തില്ല. നിങ്ങളെ LBSന്ന് റിജക്ട് ആക്കും. പക്ഷെ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ ഒന്നേന്ന് ഓപ്ഷൻ വെച്ചിട്ട് പരിഗണിക്കും കേട്ടോ. സെക്കൻഡിലും തേർഡിലും പരിഗണിക്കില്ല. പക്ഷെ ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡിലാണ് കൂടുതലും കുട്ടികളെ എടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്ന് പറയുന്നത് വേക്കൻസി ലിസ്റ്റ് ഇടും. അതായത് ഇന്ന കോളേജിൽ ഇന്ന സീറ്റുകൾ ഇന്ന സബ്ജക്റ്റിനുണ്ട്, അതനുസരിച്ച് ലിസ്റ്റ് ഇട്ടിട്ട് ആ സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റുകൾ നടത്തുന്നുണ്ടാവുക. അപ്പൊ അവർ പറയുന്ന ഡേറ്റിൽ തന്നെ നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കണം. ഈ ടോക്കൺ ഫീസ് ഫസ്റ്റ് അലോട്ട്മെന്റ് ഒരു കോളേജ് കിട്ടി, ടോക്കൺ ഫീസ് എല്ലാം അടച്ചിട്ടിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ കോളേജ് ഇഷ്ടപ്പെട്ടു, ഈ കോഴ്സ് മതി, ഈ കോളേജ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇല്ലേ അതെല്ലാം നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയണം. ക്യാൻസൽ ചെയ്യാതിരിക്കരുത്. ക്യാൻസൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോ മേളിലോട്ട്, അതായത് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത് 5ാമത്തെ കോളേജ് ആണെന്ന് വെച്ചോ, ഇനിയിപ്പോ 4, 3, 2, 1 ബാക്കി മേളിലോട്ടുള്ള കോളേജുകളൊക്കെ കിടക്കുവാണ്. താഴോട്ടുള്ളതെല്ലാം ക്യാൻസൽ ആയി പോകും. നിങ്ങളുടെ ഓപ്ഷൻസ് എല്ലാം ഈ മേലോട്ട് കിടക്കുന്ന കോളേജസ് ഇല്ലേ, ഈ കോളേജിൽ അടുത്ത അലോട്ട്മെന്റിൽ ഇപ്പൊ സെക്കൻഡോ ഫസ്റ്റോ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഫോർത്ത് ക്യാൻസൽ ആയി പോകും. അപ്പൊ ഈ ഫോർത്തിൽ അത് മതി എന്നുള്ള കുട്ടികൾ ചെയ്യേണ്ട കാര്യം, അതായത് 5ാമത്തെയോ 4ാമത്തെയോ ആണ് നിങ്ങൾക്ക് കിട്ടിയത്, അത് മതി എന്നുള്ള കുട്ടികൾ മേലോട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കൺഫർമേഷൻ കൊടുത്തിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് വേറെ കോളേജ് മാറി വരും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. ഇനിയിപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത കോളേജാണ് കിട്ടിയത്, എന്നാലും നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചാൽ മാത്രമേ സെക്കൻഡും തേർഡിലും നിങ്ങളെ പരിഗണിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ സെക്കൻഡിൽ ഈ ഓപ്ഷൻസ് ഒക്കെ റീഅറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് മാറ്റി വെക്കാം, വേണ്ടാത്തത് എടുത്ത് കളയാം. ആ സമയത്ത് അതിനുള്ള സമയം തരും, റീഅറേഞ്ച്മെന്റ് സമയം തരും. ഇതിനൊക്കെ ഓരോ ഡേറ്റ് ആണ്. അപ്പൊ നമ്മൾ അലേർട്ട് ആയിട്ടിരിക്കണം. ടോക്കൺ ഫീസ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പരിഗണിക്കത്തില്ല. ടോക്കൺ ഫീസ് അടച്ചാൽ നിങ്ങളെ പരിഗണിക്കും. അതുപോലെ റീഅറേഞ്ച്മെന്റിന് സമയം തരും. ആ അപ്ഡേറ്റ്സ് ഒക്കെ ആ സമയത്തനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാം കൂടി പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നത് കേട്ടോ. നമുക്ക് ഫീസ് നമുക്ക് ബാങ്ക് വഴി അടയ്ക്കാം, അക്ഷയയിൽ LBS സൈറ്റ് വഴിയും അടയ്ക്കുന്നവരുണ്ട്. അതൊക്കെ ബേസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. ഇഷ്ടപ്പെട്ട കോളേജും കോഴ്സും ഒക്കെ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടുന്ന കുട്ടികൾ ഹയർ ഓപ്ഷൻസ് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ മറക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കോളേജ് മാറി കിട്ടും. അലോട്ട്മെന്റിൽ കിട്ടി, സെക്കൻഡ് അലോട്ട്മെന്റിലും അടുത്ത വേറൊരു കോളേജോ അല്ലെങ്കിൽ സെയിം കോളേജോ നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ പിന്നെ ടോക്കൺ ഫീസ് അടയ്ക്കണം. ടോക്കൺ ഫീസ് ഒറ്റ തവണ കിട്ടുമ്പോൾ അടച്ചാൽ മതി. ഓക്കെ, അലോട്ട്മെന്റ് കിട്ടുന്നവർ മാത്രം ടോക്കൺ ഫീസ് അടച്ചാൽ മതി. അലോട്ട്മെന്റ് കിട്ടാത്തവർ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട. ഫസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു, തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു. ഇനി അടുത്തത് സ്പെഷ്യൽ അലോട്ട്മെന്റ്, അതായത്
ബാക്കിയുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അലോട്ട്മെന്റ്. കഴിഞ്ഞ വർഷം ഏകദേശം 7-8 സ്പെഷ്യൽ അലോട്ട്മെന്റ് ഒക്കെ നടന്നു, സ്പോട്ട് അലോട്ട്മെന്റ് നടന്നു. 10-22ഓളം അലോട്ട്മെന്റുകൾ അതിന് ശേഷം നടന്നിട്ടുണ്ട്. അതെല്ലാം സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അലോട്ട്മെന്റുകളായിരുന്നു. ഓക്കെ, അപ്പൊ ഈ സ്പെഷ്യൽ അലോട്ട്മെന്റ് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തല്ലോ, ഇനിയും നമ്മൾ ഓപ്ഷൻ വെക്കണം, ഓപ്ഷൻ പിന്നെ വെക്കണം. അതായത് നമ്മൾ ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇതിന് മാത്രമേ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആദ്യം വെച്ച ഓപ്ഷൻ പരിഗണിക്കൂ. സ്പെഷ്യൽ അലോട്ട്മെന്റ് തൊട്ട് ഫസ്റ്റ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പുതിയ ഓപ്ഷൻസ് വെക്കണം, സെക്കൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിന് പിന്നെയും പുതിയ ഓപ്ഷൻസ് വെക്കണം. അങ്ങനെ കോളേജിന്റെ വാക്കൻസി അനുസരിച്ച് സീറ്റ് ബാലൻസ് ഉള്ള കോളേജ് നമ്മൾ നോക്കിയും കണ്ടും വേണം ഓപ്ഷൻസ് വെക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി, പക്ഷേ ഈ കോളേജ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കോഴ്സും ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച് അഡ്മിഷൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ പിന്നെയും LBSന്ന് റിജക്ട് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് പെനാൽറ്റി കൂടി വരും. അതായത് നിങ്ങൾ അവിടെ ചെയ്തത് പലർക്കും കിട്ടേണ്ട ഒരു സീറ്റിനെ തട്ടിയെടുത്തത് മാത്രമല്ല, നിങ്ങൾ പോയി അഡ്മിഷൻ എടുത്തില്ല. അപ്പൊ ഒരു കുട്ടിയല്ല അവിടെ നിങ്ങൾ തയ്യാറാക്കിയത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് ഒരു കുട്ടിക്ക് കിട്ടേണ്ട അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടി, എന്നിട്ട് നിങ്ങൾ പോയി അഡ്മിഷൻ എടുത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെയും സ്പെഷ്യൽ അലോട്ട്മെന്റുകളും ഈ അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് ഒക്കെ ഇങ്ങനെ നീണ്ടു പൊക്കോണ്ടിരിക്കും. കഴിഞ്ഞ വർഷത്തെ തന്നെ ഒരു 2026 ജനുവരി വരെ സ്പോട്ട് അലോട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ എത്രത്തോളം പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജും കിട്ടി അഡ്മിഷൻ എടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ക്ലാസ് തുടങ്ങും. ഈ അലോട്ട്മെന്റുകളെല്ലാം കഴിഞ്ഞാലും ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടികൾക്ക് പോലും ക്ലാസ് തുടങ്ങുള്ളൂ. ക്ലാസ് എല്ലാവർക്കും ഒരുമിച്ചല്ലേ തുടങ്ങുന്നത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. പലരുടെയും ഡൗട്ടാണ് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ പിന്നെ അക്ഷയയിൽ പോയി നമ്മൾ പിന്നെയും ഫീസ് അടയ്ക്കണമെന്ന്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒക്കെ കൊടുത്ത് വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ഹോം പേജിനകത്തുനിന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓരോ സമയത്ത് ചെയ്യുമ്പോഴും ക്യാഷ് അടയ്ക്കണമെന്നൊക്കെ പലരുടെയും ഡൗട്ട് ഉണ്ട്. അങ്ങനെ ക്യാഷ് ഒന്നും അടയ്ക്കേണ്ടി വരത്തില്ല. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീ, പിന്നെ വരുന്ന ടോക്കൺ ഫീ, പിന്നെ നമ്മുടെ കോളേജിലെ ഫീ ഒക്കെ വരുന്നുള്ളൂ. അതിന്റെ ഇടയിൽ പ്രത്യേകിച്ച് ഫീസ് ഒന്നും അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. സ്പെഷ്യൽ അലോട്ട്മെന്റിലൊക്കെ വെക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട കോളേജും ഇഷ്ടപ്പെട്ട കോഴ്സൊക്കെ മാത്രം വെക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇനി നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ ഒരു കോളേജും കോഴ്സൊക്കെ കിട്ടി നിങ്ങൾ പോയി അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് അത് താല്പര്യം ഇല്ല എന്നെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. എടുത്തതിന് ശേഷം പിന്നെ അടുത്ത സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുത്തിട്ട് നമുക്ക് ആ കോളേജിൽ നിന്ന് അടുത്ത ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കാതിരുന്നാൽ നിങ്ങളെ LBSന്ന് റിജക്ട് ചെയ്യും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാം കേട്ടോ. പിന്നെ പലരും ചോദിച്ചു, ഇനിയിപ്പോ PNC, MA, KMCS, FNCK അങ്ങനെ പല അസോസിയേഷൻസ് ഉണ്ടല്ലോ, അതുവഴിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ LBC കിട്ടി ടോക്കൺ ഫീസ് അടച്ച ടോക്കൺ ഫീ തിരികെ കിട്ടുമെന്ന്. അപ്പൊ ടോക്കൺ ഫീ തിരികെ കിട്ടും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, അതിന് മുന്നേ നമ്മുടെ LBCയിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തത് നമ്മൾ ക്യാൻസൽ ചെയ്യണം, സൈറ്റിൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ കിട്ടത്തില്ല. പിന്നെ നെക്സ്റ്റ് റീഫണ്ടിന്റെ അപ്ലൈ ചെയ്യാനുള്ള സമയമാകുമ്പോൾ അതിനൊരു ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആ ഫോം കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞൊരു 3 മാസമൊക്കെ അറ്റ്ലീസ്റ്റ് എടുക്കും നമുക്ക് റീഫണ്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ഈ ടോക്കൺ ഫീസ് അടയ്ക്കുന്നില്ലേ, അത് കഴിഞ്ഞ് നമുക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടി കോളേജിൽ പോകാനും ഒരു ഡേറ്റ് തരും. ആ സമയത്ത് നമ്മൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണം, അത് നിർബന്ധമാണ്. അതിനൊരു സമയമൊക്കെ തരും. ഓക്കെ, അപ്പൊ ഡേറ്റ് ഒക്കെ നമ്മൾ വളരെ അലേർട്ടായിട്ട് തന്നെ ഇരിക്കണം. അപ്പൊ നമ്മൾ കോളേജിൽ പോയി നമ്മൾ ഫസ്റ്റ് ഇയർ ട്യൂഷൻ ഫീ കൊടുക്കുമല്ലോ. അപ്പൊ ഈ ട്യൂഷൻ ഫീ കൊടുക്കുന്നതിൽ ഫസ്റ്റ് ഇയറിൽ നിന്ന് ഈ 25,000 റുപ്പീസ് നമ്മൾ കൊടുക്കുന്ന ടോക്കൺ ഫീ കുറച്ചിട്ട് ബാക്കി ഫീസ് അടച്ചാൽ മതി. അതായത് നമ്മൾ LBCയിൽ അടയ്ക്കുന്ന ഫീയില് അതിന്റെ ബാക്കി, 1 ലക്ഷം രൂപയാണ് ഫസ്റ്റ് ഇയർ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. 1 ലക്ഷം രൂപയാണ് ഫസ്റ്റ് ഇയർ എന്നുണ്ടെങ്കിൽ നമ്മൾ 75,000 രൂപ സംതിങ് അടച്ചാൽ മതി. 25,000 റുപ്പീസ് നമ്മൾ ഓൾറെഡി കൊടുത്തില്ലേ, അങ്ങനെ അത് കുറച്ചിട്ട് ബാക്കി അടച്ചാൽ മതി. പിന്നെ നമുക്കിപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ വേറൊരു ട്രാൻസ്ഫർ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഈ ടോക്കൺ ഫീ LBS തന്നെ മറ്റേ കോളേജിലോട്ട് ആക്കിക്കോളും. നിങ്ങൾ പോയി ഫീസ് എടുത്ത് പിന്നെ അങ്ങോട്ടാക്കണം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അത് LBS തന്നെ ട്രാൻസ്ഫർ ചെയ്തോളും. പക്ഷെ ഇപ്പൊ നമ്മൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തപ്പോൾ കോളേജിൽ ഒരു ഫീസ് കൊടുത്തിട്ടുണ്ടല്ലേ. ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കോളേജിൽ പോയി നമ്മൾ ആ ഫീസ് തിരിച്ച് വാങ്ങിയിട്ട് വേണം നമുക്ക് അടുത്ത കോളേജിൽ ട്രാൻസ്ഫർ ചെയ്യാൻ. ചില കോളേജസ് ഫീസ് തിരിച്ചു തരത്തില്ല, സർട്ടിഫിക്കറ്റും തിരിച്ചു തരത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ കോളേജിലെ പ്രിൻസിപ്പളായിട്ട് സംസാരിക്കണം. അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ സംസാരിക്കണം, സാർ ഇതുപോലെ ഞാൻ ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റ് അടുത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ അഡ്മിഷൻ എടുത്താൽ എനിക്ക് ട്രാൻസ്ഫർ തരുമോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ അവിടെ അഡ്മിഷനും കൂടി എടുക്കാം. അപ്പൊ ശ്രദ്ധിച്ചും കണ്ട് വേണം അവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നത് വലിയൊരു കാര്യമാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സീറ്റ് ഫില്ല് ചെയ്യാനാണ് സ്പോട്ട് അലോട്ട്മെന്റ് ഉള്ളത്. സ്പോട്ട് അലോട്ട്മെന്റിന് LBS പറയുന്ന സെന്ററിൽ നമ്മൾ പോയിട്ട് അവിടെ നിന്ന് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണം പങ്കെടുക്കാൻ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.